അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, നമ്മുടെ വൈദികരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വേർപാട് എല്ലാവർക്കും തന്നെ നല്ലൊരു സുഹൃത്തിൻ്റെ നഷ്ടബോധമാണ് ഉളവാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കും അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. ദീർഘകാലമായിട്ട് തിരുമേനിയെ അറിയാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒത്തിരിയധികം മതിപ്പും സന്തോഷവും പകരുന്നതാണ്. പ്രത്യേകിച്ച് സഭൈക്യ പ്രവർത്തന രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യവും നേതൃത്വവും അത് വളരെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. സഭൈക്യ രംഗത്ത് നിരവധി സമ്മേളനങ്ങളിലും ചർച്ചകളിലുമൊക്കെ അദ്ദേഹം സജീവ പങ്കാളിയായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാവരുമായിട്ട് ഏറ്റവും ഹൃദ്യമായ സംഭാഷണത്തിൽ ഏർപ്പെടുവാനും ആ സൗഹൃദം വളർത്തുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിൽ പല പ്രാവശ്യം അദ്ദേഹം വന്നതും ഇതുവരെയുള്ള സമ്മേളനങ്ങൾ സംബന്ധിച്ചതുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ദീർഘമായ യാത്ര ചെയ്ത് ഇതുപോലെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അറിയിക്കുകയോ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ദീർഘദൂര യാത്ര ചെയ്ത് വരികയും പങ്കെടുക്കുകയും തൻ്റെതായ സംഭാവനകൾ നൽകുകയും ചെയ്തതൊക്കെ ഞാൻ പ്രത്യേകമായി നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് കാലം ചെയ്ത അഭിമന്യ ഭവത്തിൽ പിതാവുമായിട്ടും വളരെ അടുത്ത ഒരു ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. നമ്മുടെ സുറിയാനി സഭയെ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സഭയായിട്ട് പരിചയപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. സിറോ മലബാർ സഭയും ഈ പൗരസ്ത്യ കൽദായ സഭയും ഒരു കുടുംബത്തിൽപ്പെട്ട സഭാപരമായിട്ട് സഭാപാരമ്പര്യമനുസരിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണല്ലോ. ആ ഒരു കുടുംബ ബന്ധം എപ്പോഴും പുലർത്തുവാൻ ഇടയായിട്ടുണ്ട്. അഗാധ പണ്ഡിതനായ തിരുമേനി, പ്രത്യേകിച്ച് സുറിയാനി ഭാഷയിലും സുറിയാനി പാരമ്പര്യത്തിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള തിരുമേനി അവസാനം വരെയും ഒരു വിദ്യാർത്ഥിയുടെ എളിമയോടുകൂടെ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിച്ചിരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം പല ബിരുദങ്ങൾ ഡോക്ടറേറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ആ പാണ്ഡിത്യത്തിന് നടുവിലും അദ്ദേഹം തികച്ചും വിനയാന്വിതനായിരുന്നു. എല്ലാവരും ഇടപെടുവാൻ, അതാരെന്ന് നോക്കാതെ എല്ലാവരോടും സ്നേഹപൂർവ്വം ഇടപെടുവാനും സംസാരിക്കുവാനും അദ്ദേഹം പ്രത്യേകമായി താല്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം, ജീവിത ലാളിത്യം, അത് തീർച്ചയായിട്ടും മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യം നിരവധി ഗ്രന്ഥങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ അനുഭവവും അറിവുമൊക്കെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹം തലമുറകൾക്കായിട്ട് അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സഭയെക്കുറിച്ചും സഭയിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു പാരമ്പര്യം, ഈ സുറിയാനി സഭാ പാരമ്പര്യം, അത് ആഗോള സഭയ്ക്ക് തന്നെ വളരെ മുതൽക്കൂട്ടുള്ള വളരെ വിലപ്പെട്ട ഒരു നിക്ഷേപമാണെന്നൊരു സംശയമില്ല. ആ സുറിയാനി പൈതൃകത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ അറിവും പ്രഭാഷണങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ ഏറെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗ്രന്ഥങ്ങളിലൂടെ അനേകർക്കത് വെളിച്ചം പകരുകയും ചെയ്യും. ഇങ്ങനെ അദ്ദേഹം
തൻ്റെ സ്വന്തം കൽദായ സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, ആഗോള സഭയ്ക്ക് തന്നെ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ഇതേ പാരമ്പര്യം പുലർത്തുന്ന സിറോ മലബാർ സഭയും അതിൽ ഏറെ സന്തോഷിക്കുകയും തിരുമേനിയോട് നന്ദി ഉള്ളവരായിരിക്കുകയും ചെയ്യും എന്നതിന് സംശയമില്ല. ഈ അവസരത്തിൽ ഈ വേർപാടിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രത്യേകിച്ച് മെത്രാപ്പൊലീത്തായുടെയും അതിരൂപതയിലെ എല്ലാ വൈദികരുടെയും വിശ്വാസികളുടെയും എല്ലാം പേരിലുള്ള അനുശോചനം അറിയിക്കുകയും തിരുമേനിയുടെ ആശാന്തിക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.